ഹലോ ഗൈസ്, എല്ലാവർക്കും ലൈറ്റ് റിവ്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈയിടക്കാണ് ഞാൻ ടസ്ക് എന്ന് പറഞ്ഞ ഒരു സിനിമ കണ്ടത്. ഇത് ഇപ്പോൾ അടുത്തിറങ്ങിയൊന്നല്ല, കുറച്ച് 2014 ഇറങ്ങിയ സിനിമയാണ്. ഈ സിനിമ തുടങ്ങുന്നത് തന്നെ രണ്ട് ഫ്രണ്ട്സിനെ കാണിച്ചുകൊണ്ടാണ്. അവര് അവരുടെ ജോലി എന്ന് പറഞ്ഞാൽ അവര് പോഡ്കാസ്റ്റ് ആണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇവര് ഈ റീൽസിലും ഷോർട്സിലും ഒക്കെ വിയേർഡായിട്ടുള്ള കണ്ടന്റ് ചെയ്യുന്ന ഇവരെ തപ്പി പിടിച്ചിട്ട് ഇവരെ പോഡ്കാസ്റ്റിലേക്ക് കൊണ്ടുവരികയും ഇവരെ പോഡ്കാസ്റ്റ് എടുക്കുകയാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള പരിപാടി. അങ്ങനെ ഒരു ദിവസം ഇവരിൽ ഒരാൾ ഒറ്റപ്പെട്ട സ്ഥലത്ത് ഒരു വീട്ടിലേക്ക് പോകുന്നു, ഒരു പോഡ്കാസ്റ്റിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട്. എന്നാൽ ആ വീട്ടിലുള്ള ആ വൃദ്ധൻ ഇയാളെ അയാളുടെ കെണിയിൽപ്പെടുത്തുകയും പിന്നെ ആ വൃദ്ധൻ ഇയാളുടെ ശരീരഭാഗങ്ങളൊക്കെ മുറിച്ചു മാറ്റുകയും ഇയാളെ ഒരു വാൽറസിന്റെ രൂപത്തിലേക്ക് മാറ്റുന്നതുമാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. ഈ വാൾറസ് എന്ന് പറഞ്ഞാൽ നമ്മളെ തണുപ്പുള്ള പ്രദേശങ്ങളിലെ വെള്ളത്തിലെല്ലാം ജീവിക്കുന്ന മറ്റേ കൂർത്ത പല്ലിലെ ആ ജീവിയാണ് ഈ വാൾറസ് എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് ഈ സിനിമയിൽ കാണിക്കുന്നത് മനുഷ്യനെ ടോർച്ചർ ചെയ്യുന്നത് തന്നെയാണ്. ജസ്റ്റ് ലൈക്ക് നമ്മൾ ഹ്യൂമൻ സെന്റിപീഡ് സിനിമകളിലെല്ലാം കണ്ട പോലത്തെ അത് തന്നെയാണ് ഈ സിനിമയിലെ ഒരു മെയിൻ പ്ലോട്ട്. ഹ്യൂമൻ സെന്റിപീഡിന്റെ അത്രയില്ലെങ്കിലും എന്നാലും ഇത് കുറച്ചും കൂടി ഭയങ്കര വിയേർഡ് ആയിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. എല്ലാവർക്കും അങ്ങനെ എളുപ്പത്തിൽ കണ്ടിരിക്കാൻ പറ്റുന്ന, എൻജോയ് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു സിനിമയൊന്നല്ല ഇത്. ഈ സിനിമ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു വൺ ടൈം വാച്ചബിൾ ഐറ്റം മാത്രമാണ്. ഇങ്ങനെ വയലൻസ് സിനിമകളും ഇങ്ങനെ അങ്ങനത്തെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒരിക്കൽ കണ്ടു നോക്കാൻ പറ്റുന്ന ഒരു സിനിമ മാത്രമാണ് ഇത്. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് 18 വയസ്സിന് താഴെയുള്ളവർ ഈ സിനിമ കാണാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം നല്ല രീതിയിലുള്ള വയലൻസ് ഈ സിനിമയിലുണ്ട്. ഇനിയിപ്പം 18 വയസ്സിന് മുകളിലുള്ളവരാണെങ്കിലും അങ്ങനെ ആ ടോർച്ചറിങ്ങും വയലൻസ് സീനൊന്നും കണ്ടിരിക്കാൻ പറ്റാത്തവരാണെങ്കിൽ ഈ സിനിമയുടെ അടുത്തേ കൂടി പോലും പോകാണ്ടിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എന്നാൽ ഈ ടൈപ്പിലുള്ള സിനിമകളിൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് നല്ലൊരു വാച്ച് തന്നെയായിരിക്കും. ഒരു തവണ ഒരിക്കൽ കണ്ടു നോക്കാൻ പറ്റുന്ന നല്ല ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ സിനിമക്ക് IMDbയിൽ കൊടുത്തിരിക്കുന്ന റേറ്റിംഗ് 5.4 ആണ്. താല്പര്യമുള്ളവർ ഈ സിനിമ കണ്ടു നോക്കുക. കണ്ടിട്ടാകുമ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം. ഇനി ഈ സിനിമ നിങ്ങൾ നേരത്തെ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഈ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. കൂടാതെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോക്കടിയിൽ ഒന്ന് കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.